അലാ നഫ്സിഹി ബിസിഫാത്തിൽ കമാൽ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലദി അസ്ന അലാ നഫ്സിഹി, അവനെ തന്നെ സനാ ചെയ്യുന്നവനാണ്, അവനെ തന്നെ സനാ ചെയ്തിട്ടുള്ളവനാണ്. ബിസിഫാത്തിൽ കമാൽ, സമ്പൂർണതയുടെ പരിപൂർണതയുടെ എല്ലാ വിശേഷണങ്ങൾ കൊണ്ടും സ്വയം സനാ ചെയ്തിട്ടുള്ളവനാണ് മുഅ്മിൻ. യാതൊരു ന്യൂനതകളും യാതൊരു കുറവുകളും അവനെ ബാധിക്കുകയില്ല. അതിൽ നിന്നെല്ലാം അവൻ സുരക്ഷിതനാണ്. മുഅ്മിൻ സുരക്ഷിതനാണ്. അവനുള്ളത് മുഴുവനും കമാലിന്റെ സിഫാത്തുകളാണ്. ഐബുൻ നഖ്സും അവയെ ബാധിക്കുകയില്ല. അങ്ങനെയുള്ളവനാണ് അൽ മുഅ്മിൻ. വബികമാലിൽ ജലാലി വൽ ജമാൽ, ജലാലിന്റെയും ജമാലിന്റെയും മഹത്വത്തിന്റെയും സൗന്ദര്യത്തിന്റെയും അങ്ങേയറ്റത്തെ പരിപൂർണത അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അല്ലദീ അർസല റുസുല, അതുപോലെ മുഅ്മിൻ എന്ന അർത്ഥത്തിൽപ്പെട്ടതാണ് അല്ലദീ അർസല റുസുലഹു, ആരാണോ അവന്റെ റസൂലുകളെ നിയോഗിച്ചവൻ. വഅൻസല കുതുബഹു, അവന്റെ കിതാബുകൾ ഇറക്കിയിട്ടുള്ളവൻ. ബിൽ ആയാത്ത് വൽ ബറാഹീൻ, ദൃഷ്ടാന്തങ്ങളും ഹുജ്ജത്തും ബുർഹാനും വ്യക്തമായ തെളിവുകളും ആയാത്തുകളും കൊണ്ട് അവന്റെ കിതാബ് അവതരിപ്പിക്കുകയും അവന്റെ റസൂലുകളെ നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളവൻ. വസദ്ദഖ റസൂല, എന്നിട്ട് അവന്റെ റസൂലുകളെ അവൻ സത്യപ്പെടുത്തി. ബികുല്ലി ആയത്തിൻ വബുർഹാനിൻ, എല്ലാ ആയത്തുകളും ബുർഹാനും കൊണ്ട് അവന്റെ റസൂലുകളെ സത്യപ്പെടുത്തിയിട്ടുള്ളവൻ. അൽ മുഅ്മിൻ എന്ന് പറയുന്ന, മുഅ്മിൻ എന്നുള്ളതിൽ വിശ്വാസി എന്ന് നമ്മൾ അർത്ഥം പറയുന്ന ആ തലം, അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മുസദ്ദിഖുൽ ലിറുസുലിഹി, അവന്റെ റസൂലുകളെ സത്യപ്പെടുത്തിയിട്ടുള്ളവനാണ്. സത്യപ്പെടുത്തുന്നത് എങ്ങനെ? ബിൽ ആയാത്ത് വൽ ബറാഹീൻ, ആയത്തുകളും ബറാഹീനുകളും നൽകി ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളവനാണ് അവൻ. യദുല്ലു അലാ സുദ്ഖിഹിം, അവരുടെ സത്യസന്ധതയെ തെളിയിക്കുന്ന ആയത്തുകളും ബുർഹാനുകളും അവൻ നൽകിയത് അവരെ സത്യപ്പെടുത്താനാണ്. റസൂലുകളെ അവൻ നിയോഗിച്ചു, അവർക്ക് കിതാബുകൾ അവതരിപ്പിച്ചു എന്നുള്ളത് അവർ റസൂലുകളാണ്, ഞാൻ അയച്ചിട്ടുള്ളവരാണ് എന്ന സത്യപ്പെടുത്തലാണ്. അതുപോലെ തന്നെ മറ്റു ആയത്തുകളും ബുർഹാനുകളും മുഅ്ജിസാത്തുകളും അങ്ങനെ അവരെ ശക്തിപ്പെടുത്തുന്ന തെളിവുകളും ബുർഹാനുകളും അവൻ നൽകിയിട്ടുള്ളത് അവരെ സത്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അവർ കൊണ്ടുവന്നിരിക്കുന്നത് റബ്ബിന്റെ അടുക്കൽ നിന്നാണ്, സത്യസന്ധമാണ് എന്നുള്ളത് ശരിവെക്കുന്നതിനാണ് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം അള്ളാഹു നൽകിയിരിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിൻ ആണ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവനെ തന്നെ അവന്റെ കമാലിന്റെ സിഫാത്തുകൾ കൊണ്ട് സനാ ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂനതയും ഒരു കുറവും ബാധിക്കാത്തവനാണ്. ജലാലിന്റെയും ജമാലിന്റെയും മഹത്വത്തിന്റെയും സൗന്ദര്യത്തിന്റെയും അങ്ങേയറ്റം പരിപൂർണത ഉൾക്കൊള്ളുന്ന സിഫത്തുകൾ, ഗുണങ്ങൾ അവൻ സ്ഥിരപ്പെടുത്തുന്നവനുമാണ്. മാത്രമല്ല അവൻ മുഅ്മിനാണ് എന്ന അർത്ഥത്തിൽപ്പെട്ടതാണ്, മുഅ്മിൻ എന്ന അർത്ഥതലത്തിൽ വരുന്നതാണ് അവന്റെ റസൂലുകളെ നിയോഗിക്കുകയും ആ റസൂലുകൾക്ക് കിതാബുകൾ അവതരിപ്പിച്ചു കൊടുക്കുകയും ബുർഹാനും ഹജ്ജത്തും ആയാത്തുകൾ അവർക്ക് നൽകുകയും അവരെ സത്യപ്പെടുത്തുകയും ചെയ്തു. അവർ കൊണ്ടുവന്നിരിക്കുന്ന കാര്യത്തെ ശരിവെക്കുകയും ചെയ്തിട്ടുള്ളവനാണ് മുഅ്മിനായ റബ്ബ് സുബ്ഹാനഹു വ തആല. വഹുവൽ മുഅ്മിൻ. അൽ മുഹൈമിൻ, മുഅ്മിൻ എന്ന ഇസ്മിന്റെ കൂടെ പലപ്പോഴും ആവർത്തിച്ചു വരുന്നതാണ് അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ അൽ മുതകബ്ബിർ, സൂറത്ത് ഹശറിൽ വന്നതുപോലെ. അൽ മുഅ്മിനുൽ മുഹൈമിൻ, മുഹൈമിനാണ് റബ്ബ്. മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അൽ മുത്തലിഉ അലാ ഖഫായൽ ഉമൂർ, അൽ മുത്തലിഉ അലാ ഖഫായൽ ഉമൂർ, ഏറ്റവും ഗോപ്യം, ഏറ്റവും രഹസ്യം എന്ന് കരുതാവുന്ന സൂക്ഷ്മമായ കാര്യങ്ങളെപ്പോലും നോക്കിക്കാണുന്നവനാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അവൻ. അവ പോലും അവന്റെ മുന്നിൽ ഗോപ്യമല്ല. അവനാണ് മുഹൈമിൻ. വഖബായ സുദൂർ, ഹൃദയങ്ങളിൽ മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെയും അവൻ മുത്തലിഅ, അവൻ അതിനെയും വലയം ചെയ്യുന്നവനാണ്. അല്ലദി അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, അവന്റെ അറിവ് കൊണ്ട് മുഴുവൻ കാര്യങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്നവനാണ് മുഹൈമിനായ റബ്ബ്. മുഹൈമിനാണ് അവൻ, എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നവനാണ് അവൻ. എല്ലാ വസ്തുക്കളെയും എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങളെയും അവൻ അറിയുന്നു.
അതുപോലെ തന്നെ ഹൃദയങ്ങൾ മറച്ചുവെക്കുന്ന എല്ലാ രഹസ്യങ്ങളും അവൻ കണ്ടെത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും അവന്റെ അറിവുകൊണ്ട് ചൂഴ്ന്നു നിൽക്കുന്നു. അതാണ് മുഹൈമിൻ. അൽ ഖദീർ, അല്ലാഹു ഖദീർ. ഖദീർ എന്ന് പറഞ്ഞാൽ കാമിലൽ ഖുദ്റ,